വെൽക്കം ടു ഓട്ടോഫൈൽ. ഓട്ടോഫൈലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റിവ്യൂ ഒരു പഴയ കാറിൻ്റെയാണ്. പഴയ കാർ എന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡറി എഞ്ചിനായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. കാർ ഏതാണെന്നും കാറിൻ്റെ വിവരങ്ങളും നമുക്ക് യൂസറോട് ചോദിച്ചറിയാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഓട്ടോഫൈൽ. ഒരു ഇറ്റാലിയൻ ബ്യൂട്ടിയാണിത്. ഡിസൈൻ കൊണ്ടും എൻജിൻ മെവ് കൊണ്ടും ഒരു ടൈമിൽ ഇന്ത്യയിൽ കത്തി നിന്നൊരു വണ്ടിയാണ്. സോ ഫിയറ്റ് പുന്തോയുടെ പുതിയൊരു റിവ്യൂ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ അതിനെ നമുക്ക് വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം. പ്ലീസ് വെൽക്കം. നമുക്ക് ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ഹാച്ച് ബാക്ക് എന്ന് പറയാം. അതെ, നമ്മൾ ട്രാഫിക്കിലും സിറ്റിയിലൊക്കെ ഓടിക്കാൻ ഇത് കുറച്ചും കൂടെ സുഖം. ടർബോ ലാഗ് ഇച്ചിരി കുറവുണ്ട്. അതുപോലെ ഈ സെയിം എൻജിൻ തന്നെയാണ് നമ്മുടെ റിറ്റ്സിലും അതുപോലെ തന്നെ മാരുതിയിലെ പല വണ്ടികളിലും സ്വിഫ്റ്റിലടക്കം വന്നിരുന്നത്. ഇത്ര കിലോമീറ്റർ ഓടിപ്പോ ഇതിപ്പോ 2 ലക്ഷം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച 2 ലക്ഷം കഴിഞ്ഞു. അപ്പൊ ഒരു 10 to 12 lakhs കാണുന്ന വണ്ടികളിലെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. ഹലോ വിനു. നേരത്തെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടയറിൻ്റെ വീഡിയോ ആയിരുന്നു. നൈട്രജൻ ടയറിൽ മിക്സ് ചെയ്ത് ഓടിച്ചാൽ എന്തൊക്കെ കുഴപ്പമുണ്ടാകും, ആ ഒരു വീഡിയോ ആയിരുന്നു. സോ ആ സെയിം ആൾ തന്നെയാണ് നമ്മുടെ ഫിയറ്റ് പുന്തോ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ വിനു, എത്ര വർഷമായി നമ്മുടെ ഈ പുന്തോ യൂസ് ചെയ്യാൻ തുടങ്ങി? 2012 ഫെബ്രുവരി. അപ്പം 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞല്ലേ? എന്താണ് ഈ ഒരു കാറിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് നമുക്ക് ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ഹാച്ച് ബാക്ക് എന്ന് പറയാം. അതെ, വേറെ അന്നത്തെ ആയിട്ട് നോക്കുമ്പോൾ ഈ എഞ്ചിനും അന്ന് വലിയ കാര്യമായിരുന്നു. 2012 ഈ എഞ്ചിനും ഈ ഡ്രൈവിംഗ് ഡൈനാമിക്സും എല്ലാം കൂടെ ഉള്ളത് വേറെ വണ്ടികൾ ഇല്ലായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്പ് എഞ്ചിൻ. ഇതിപ്പോ ഡീസൽ അല്ലേ? ഡീസലാണ്. ഡീസലിൽ തന്നെ 1.3 ആണ് ഇത്. 1.3 തന്നെ 2 വെർഷൻ ഉണ്ടായിരുന്നു. 75 ഒരു 90 bhp ഉണ്ടായിരുന്നു. ഇത് 90, ഇത് 75. ഇത് 75 ആണ്. 75 bhp. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ഈ 75 കൂടുതലും വിറ്റ് പോയെന്ന് എനിക്ക് തോന്നുന്നു. അതെ, മറ്റേത് തമ്മിലൊരു എനിക്ക് തോന്നുന്നു ഒരു 10-60,000 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ട്രാഫിക്കിലും സിറ്റിയിലൊക്കെ ഓടിക്കാൻ ഇത് കുറച്ചും കൂടെ സുഖം. ടർബോ ലാഗ് ഇച്ചിരി കുറവുണ്ട്. ഇതിന് കുറവുണ്ട്. മറ്റേ 90ക്ക് ഇച്ചിരി ടർബോ ലാഗ് ഉണ്ട്. പക്ഷെ ഹൈവേല് അതാണ് പുലി. ഇപ്പൊ ഞാനൊന്ന് ഓടിച്ചു നോക്കിയിട്ട്, അപ്പൊ മിനുവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഞാനൊന്ന് വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആകെ തോന്നിയൊരു കാര്യം, നമ്മുടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ക്ലച്ചിന്റെ ഒരു ഹൈറ്റും ഡെഡ് പെഡലും ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് അല്ല എന്നുള്ളൊരു തോന്നൽ മാത്രമേ എനിക്ക് തോന്നുന്നു. അതല്ലാതെ വണ്ടി സ്മൂത്ത് ആണ്. അതുപോലെ ഈ സെയിം എൻജിൻ തന്നെയാണ് നമ്മുടെ റിറ്റ്സിലും അതുപോലെ തന്നെ മാരുതിയിലെ പല വണ്ടികളിലും സ്വിഫ്റ്റിലടക്കം വന്നിരുന്നതും. പിന്നെ നമ്മുടെ ഷെവർലെറ്റിന്റെ എൻജോയ്, അങ്ങനെ കുറെ മാനുഫാക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരിടയ്ക്ക് നാഷണൽ എഞ്ചിൻ എന്നൊക്കെയാണ്. അതെ, അത്രയും ഒരു നല്ലൊരു എഞ്ചിനാണ്. അതെ. ചോദിക്കാൻ പറഞ്ഞു, എത്ര കിലോമീറ്റർ ഓടിപ്പോ? ഇതിപ്പോ 2 ലക്ഷം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച 2 ലക്ഷം കഴിഞ്ഞു. അപ്പൊ ഒരു 2,500,000 അങ്ങനെ എന്തോ ആയിട്ട് 2 ലക്ഷം കഴിഞ്ഞു ഇപ്പൊ. 2 ലക്ഷം. സോ 2012 എടുത്ത വണ്ടി ഇപ്പം 2 ലക്ഷം കഴിഞ്ഞു. 12 വർഷം കൊണ്ട് 2 ലക്ഷം കിലോമീറ്റർ. വലിയ തിരക്കില്ലാത്തൊരു ഓട്ടം ഓടി. അതെ, കൊറോണയ്ക്ക് മുമ്പ് വരെ അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇച്ചിരി കുറഞ്ഞത്. ഓക്കെ. സോ അപ്പം ഹാപ്പിയാണ് ഈ വണ്ടിയിൽ? പിന്നെ ഇതാണ് എന്റെ ഫേവറേറ്റ് വണ്ടി. ഇതാണ്. നമ്മള് മൈലേജ് എത്ര ഉണ്ട് അത് ചോദിക്കാൻ വരട്ടെ. മൈലേജ് ഒരു ആവറേജ് നമ്മുടെ ഇവിടുത്തെ വീട് കുറച്ച് അകത്തോട്ടൊക്കെയാണ്. ലോക്കൽ ഓട്ടോ എല്ലാം കൂടെ കൂട്ടി ഒരു 14-15 ഒക്കെയാണ് കിട്ടുന്നത് ഇപ്പൊ കിട്ടുന്നത്. അതെ. പിന്നെ ഹൈവേ പക്ക ഹൈവേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബാംഗ്ലൂരൊക്കെ പോവാണെങ്കിൽ 20 കിട്ടും. 20-21 കിട്ടും. അല്ലാതെ നോർമൽ നമ്മുടെ ഹൈവേയിലൊക്കെ 18-19 ഒക്കെയാണ്. നല്ലൊരു മൈലേജ് അല്ലേ അത് കിട്ടും. അത് മാത്രമല്ല, വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്, ഇപ്പൊ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ആ വണ്ടിക്ക് നല്ല ബോഡി വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല ബോഡി വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള്, ഞാനൊരു കുറ്റായിട്ട് പറയല്ല, പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന പല വണ്ടികൾക്കും ബോഡി വെയിറ്റ് ഭയങ്കര കുറച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു ഡീസൽ എഞ്ചിൻ 75 PS കരുത്തുള്ള ഈ ഒരു ഡീസൽ എഞ്ചിനും ഇത്രയും ബോഡി വെയിറ്റ് ഉണ്ടായിട്ടും നല്ല കംഫർട്ടാണ്. അതെ, നമുക്കത് പറയാൻ വയ്യ. അതെ, പ്രത്യേകിച്ച് ഹൈവേയിൽ ഓടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സ്റ്റെബിലിറ്റി ശരിക്കും മനസ്സിലാവും. ഇച്ചിരി അണ്ടർ പവർഡ് ഒക്കെ ആയിട്ട് തോന്നും. പക്ഷെ എന്നാലും ഈ എഞ്ചിനുള്ള
നമ്മൾ മാരുതിയുടെ വണ്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി അണ്ടർ പവർഡ് ആയിട്ട് തോന്നും. ആ ഒരു ഇനിഷ്യൽ ആക്സിലേഷൻ ഒക്കെ ഇച്ചിരി കുറവായിട്ട് തോന്നും. സെക്കൻഡ് ഗിയറിലൊക്കെ ഒന്ന് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ അത് ഒരു വലിയ പ്രശ്നമില്ല. കാരണം നമുക്ക് ഈ റോഡുകളൊക്കെ ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹൈവേ ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഹൈവേ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് അല്ലെ. 2012 വണ്ടി എടുത്തത്. സോ 2012 വണ്ടി എടുത്തപ്പോ ഇത് ഏതാ വെർഷൻ മോഡല്? ഇത് അന്നത്തെ 75 HP ടോപ്പ് എൻഡ് ഇമോഷൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ വേരിയന്റ്. ഇമോഷൻ, ആക്റ്റീവ്, ഡൈനാമിക്, ഇമോഷൻ, അങ്ങനെ 3 വേരിയന്റ് ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഇമോഷനാണ് ഇമോഷൻ ടോപ്പ് എൻഡ് ആണ് എടുത്തേക്കുന്നത്. സോ അന്ന് വന്നപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ആ ടോപ്പ് എൻഡില് ഇന്ന് ഒരു 10 to 12 lakhs കാണുന്ന വണ്ടികളിലെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. ഇവൻ അലോയ് വീൽസ് ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ ഇല്ലാതെ കൺട്രോൾ ഇല്ല അന്ന്. പക്ഷെ അങ്ങനെ മാനുവൽ കാർസിൽ അങ്ങനെ ക്രൂയിസ് കൺട്രോൾ കുറവായിരുന്നു. 4 വിൻഡോയും പവർ വിൻഡോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ മിറേഴ്സ് എല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. സോ അന്നത്തെ ഒരു ചെറിയൊരു ലക്ഷറി കാർ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു വണ്ടി തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഉള്ള ഒരു വണ്ടി അല്ലേ. എയർ ബാഗ്, ABS, ഡ്യുവൽ എയർ ബാഗ്. എയർ ബാഗ്സ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കണമെന്നുള്ളൊരു. അന്ന് ഇത് ടോപ്പ് എൻഡ് ഇമോഷൻ വേരിയന്റിലായിരുന്നു ഉള്ളത്. 2012 12 ഇവരൊന്ന് ഇത് പൊക്കി ഇറക്കിയ ഒരു മോഡലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ട് കൂട്ടിയ. എനിക്ക് ശരിയാണ്. കാരണം പണ്ട് ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് ആൾക്കാർ പറഞ്ഞിരുന്നത് അടി തട്ടുന്നു എന്നുള്ള ഒരു പ്രശ്നം എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ഇവര് കൂട്ടിയതാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ട് കൂട്ടി. അപ്പൊ അതിന്റേതായ ഹാൻഡ്ലിങ്ങിലും മറ്റു പഴയതാണ് കുറച്ചും കൂടെ ബെറ്റർ. പക്ഷെ നമുക്ക് ഇവിടെ ഓടിക്കാൻ ഇതേ പറ്റും. നമ്മുടെ റോഡുകളുടെ ആ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? അപ്പൊ ഉണ്ട്. എനിക്ക് നമ്മുടെ ബാംഗ്ലൂര് വീട്ടിലെ ഒരു പഴയ 2010 മോഡൽ പെട്രോൾ ഓർമ്മയുണ്ട്. പെട്രോൾ ഉണ്ട്. അതിനെത്ര മൈലേജ് കിട്ടണം? മൈലേജ് കുറവായിരിക്കും, 50-10 അല്ലേ? കുറവാണ്. 1.4. അപ്പൊ അത് 2 വണ്ടിയും പ്ലാൻ ചെയ്തെടുത്താണോ? അല്ല, അത് ഇതെടുത്ത് കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഹാൻഡ് ബാംഗ്ലൂർ ഉപയോഗിക്കാനായിട്ട് ബാംഗ്ലൂർ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് എടുത്താണ്. ഓക്കെ, ശരിക്കും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വേറെ നമുക്ക് പറയാനാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരാറുണ്ടോ? ഇത്ര ഓടിയോണ്ട് ചോദിക്കുക. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഇതുവരെ. അങ്ങനെ മേജർ പ്രശ്നം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഒരു തവണ ഇത് വഴി കിടന്നിട്ടുള്ളൂ. അത് നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം സംഭവിച്ചൊരു ബാംഗ്ലൂർ പോകുന്ന വഴി അതിന്റെ എഞ്ചിൻ മൗണ്ട് മാറ്റി കഴിഞ്ഞ് പോകുന്ന വഴി എഞ്ചിൻ മൗണ്ടിന്റെ ബോൾട്ട് ഒടിഞ്ഞതാണ്. അപ്പൊ അവരുടെ എന്തോ പ്രശ്നമാവാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത പാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നമാവാം. അത് ആ സർവീസ് കഴിഞ്ഞ് പറ്റിയ, നമ്മൾ അനക്കി കൊണ്ട് പറ്റിയ ഒരു കുഴപ്പമാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അപ്പൊ വഴി കിടന്നു പോയിരുന്നു. എഞ്ചിൻ മൗണ്ട് അത് വഴി കിടന്നത്, വണ്ടി ഓടുമായിരുന്നു. പക്ഷെ നല്ല സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. എഞ്ചിൻ ഇച്ചിരി ഒന്ന് ഇരുന്നു താഴത്തോട്ട്. അപ്പൊ തന്നെ റെഡിയാക്കി, ഷോറൂമിൽ കയറ്റി റെഡിയാക്കി. അതെ, ഒരു തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഷോറൂമിലോട്ട് ബാംഗ്ലൂർ എത്താറായിരുന്നു. ബാംഗ്ലൂർ ഷോറൂമിൽ കയറ്റി. ഇപ്പൊ ശരിക്കും നമ്മുടെ ഈ ഷോറൂം ഇല്ലല്ലോ ഇപ്പൊ. ഷോറൂം ഇല്ലെന്ന് പറഞ്ഞാൽ ഫിയറ്റ് ഇല്ല. പക്ഷെ അവരുടെ ആ ഗ്രൂപ്പ് ഉണ്ട്, FCA, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ പേര് സ്റ്റെലാൻഡിസ് എന്നോ അങ്ങനെ. അപ്പൊ അതിന്റെ നമ്മുടെ ഇവിടെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ജീപ്പ്, കോമ്പസ് ഉള്ള ജീപ്പ് ഫിയറ്റിന്റെ ആണെന്ന് തന്നെ പറയാം. അപ്പം അവരുടെ സർവീസ് സെന്ററിലാണ് ഞാൻ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് വണ്ടി. ഇപ്പോഴും കമ്പനി സർവീസ് തന്നെയാണ്. ഇത്രയും കിലോമീറ്ററിൽ ഒരു തവണ 2 തവണ കണ്ടേ പുറത്ത് ഞാൻ സർവീസ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അതെ, ബാക്കി മൊത്തം കമ്പനി സർവീസ്. സോ ജീപ്പിന്റെ ഷോറൂമിൽ തന്നെയാണ് നമ്മളിപ്പം. അതെ, അവര് വന്ന് കോട്ടയത്തുണ്ട്, അവര് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയി ചെയ്ത് തിരിച്ചിട്ട് തരും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. സമയം ഉണ്ടെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ അവര് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകും. എങ്ങനെയാണ് ഇപ്പം സാധാരണ ജീപ്പിന്റെ സർവീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു പേടിയാണ്, നല്ല സർവീസ് കോസ്റ്റ് ഒക്കെ വരാറുണ്ട്. സോ നമ്മുടെ ഫിയറ്റിന്റെ പുന്തോടെ സർവീസ് കോസ്റ്റ് അത് 2 സ്ലാബായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. ഇത് കുഴപ്പമില്ല. ഇത് റെഗുലർ സർവീസ്, ഒരു നോർമൽ റെഗുലർ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 8,500 ഒക്കെ വരും. പക്ഷെ അത് 15,000 ഇവര് പറയുന്നത് സർവീസ് ഇന്റർവെല്. 15,000 വരുമ്പോ ഞാൻ 10 ചെയ്യും. ഒരു 1 ലക്ഷം ആയ പിന്നെ എല്ലാ 10,000 ചെയ്യാറുണ്ട്. അല്ലാതെ വേറെ ഇപ്പം 15,000 നേരത്തെ 15,000 അതെ. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല. കാരണം ഇപ്പോഴത്തെ ടൈം ഇന്റർവെല്ലിൽ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഏത് ബാക്കിയുള്ള മാനുഫാക്ചേഴ്സിനെ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും 5,000 6,000 ഒക്കെയാണ് പെട്രോൾ വണ്ടികൾക്ക് വരെ ഒരു ടൈം ഡ്യൂറേഷൻ പറയുന്നത്, ടൈം ഇത് പറയുന്നത്. 15,000 ഞാൻ കേട്ടത് ആദ്യം 8,500 ഇത്തിരി കൂടുതലല്ലേ എന്ന് വിചാരിച്ചു പോയി. പക്ഷെ ഈ 15,000 കുഴപ്പമില്ല. അന്ന് എനിക്ക് തോന്നുന്ന ഇവരന്ന് സെമി സിന്തറ്റിക് ഓയിലൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ കൊണ്ടായിരിക്കും അന്ന് കുറച്ച് ഇന്റർവെൽ കൂടുതലാണ് സർവീസ് ഇന്റർവെൽ. ഇപ്പോഴും ഞാൻ ഇവരുടെ തന്നെ ഫിയറ്റിന്റെ മറ്റേ സെലീനിയ പെട്രോണസിന്റെ ആണെന്ന് തോന്നുന്നത്. അവരാണത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഓയിൽ തന്നെയാണ് ഇപ്പോൾ, കമ്പനി ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മാറ്റിയിട്ടൊന്നുമില്ല. വേറെ പലതും പരീക്ഷിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ
അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇതുവരെ തോന്നാത്തതുകൊണ്ട് അത് തന്നെ പോകും. കുഴപ്പമില്ല. ഇല്ല, സർവീസും കുഴപ്പമില്ല. 15,000 എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. എന്നാലും ആള് ചെയ്യുന്നു 10,000 ആകുമ്പോഴത്തേക്കും ചെയ്യും. 8,500 എന്നുള്ളൊരു ഫിഗർ വലിയൊരു ഫിഗർ അല്ല. അത് സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കൂട്ടിയാണ്. നമ്മുടെ എയർ ഫിൽട്ടർ, ക്യാബിൻ ഫിൽട്ടർ, ഓയില്, പിന്നെ ഡീസൽ ഫിൽട്ടർ ഇടയ്ക്ക് മാറുമെന്ന് തോന്നും. അത് അതിന്റെ കൂട്ടത്തിൽ ഉണ്ടെന്ന് തോന്നും. അതെല്ലാം കൂടെ കൂട്ടിയാണ് 8,000. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓയിൽ ചേഞ്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ എനിക്ക് 5,000 രൂപ ആകും തോന്നും. ആ റേഞ്ചാണ്. പക്ഷെ നല്ല മൈലേജ് ഉണ്ടോ? നമുക്ക് ഹൈവേയിലൊക്കെ 20 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു വണ്ടിക്കും വണ്ടിയിൽ കിട്ടും. ഇപ്പോഴത്തെ പെട്രോൾ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു കംഫർട്ട്, വെയിറ്റ്ലെസ് അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ്. അതെ, ഇതിപ്പോ നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ കൂടുതൽ ഇപ്പൊ ഞാൻ എന്റെ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുമ്പോ നമുക്ക് കുറച്ച് ഒരു 2,000 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് അടിക്കണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരും. അതൊരു സന്തോഷമാണ്. നമ്മളതിനെപ്പറ്റി ചിന്തിക്കണ്ട കുറച്ച് നാളത്തേക്ക്. ഓക്കെ, അപ്പം ടോട്ടലി ഈ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ്? അതെ, ഇത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. എന്റെ ഫേവറേറ്റ് വണ്ടി ഇപ്പോഴും ഇത് തന്നെയാണ്. വണ്ടി ഓടിച്ചാലും ഇത് ആഴ്ചയിൽ ഒരു 1-2 ഓടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അന്ന് ഇത് ഇമോഷൻ മോഡൽ അല്ലേ? ഇമോഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. അന്നത്തെ മോഡൽ വരെ നമുക്ക് റിയർ വൈപ്പറും അതുപോലെ തന്നെ ഡീഫോഗറും ഒക്കെ ഡീഫോഗറുണ്ട്. റിയർ വൈപ്പർ വാഷർ, ഡീഫോഗർ, വാഷറുണ്ട്. വാഷർ ഇതിന്റെ ഇടയ്ക്കാണ് അവർ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. ഓക്കെ, പുറമേ നിന്നാണെങ്കിൽ കാണാൻ ഒരു കൗതുകമുള്ളൊരു, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ഒന്നും വേറെ ഒരു വണ്ടിക്ക് ഇല്ല അല്ലേ? ഇല്ല, ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണ്. സിമ്പിൾ ഡിസൈൻ ആണ്, പക്ഷെ യൂണീക്ക് ആണ്. അതെ, വർഷങ്ങൾ കഴിഞ്ഞാലും അങ്ങനെ കണ്ടു മടുക്കാത്തൊരു, ഓവർ സ്റ്റൈൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും കാണാൻ കുറെ ആളുകൾ ഇപ്പം ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് പെട്രോളും ഡീസലും ഒക്കെ എടുത്തിട്ട് അലോയ് വീൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് ചുമ്മാ 4 അലോയ് വീൽ ഇട്ടുമ്പോഴത്തേക്കും നല്ല ലുക്കാണ് മാറും. ഈ വണ്ടി സത്യം പറഞ്ഞ ഈ പറഞ്ഞ സസ്പെൻഷൻ പൊക്കിയോണ്ടാണ് ഇച്ചിരി ഒരു വീൽ ഗ്യാപ്പ് ഒക്കെ വരുന്നത്. അത് കമ്പനി കമ്പനി സർവീസ് കോസ്റ്റ് പറഞ്ഞു, വണ്ടിയുടെ കംഫർട്ടും കാര്യങ്ങളും പറഞ്ഞു, മൈലേജ് കാര്യങ്ങൾ പറഞ്ഞു. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. എന്നാലും ഞാൻ ചോദിക്കാം, അപ്പം ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് ഇപ്പൊ 2 ലക്ഷം കിലോമീറ്ററിനടുത്ത് ഓടിച്ചിട്ട് ഇനി ഒരു വണ്ടി എടുക്കണമെന്ന് തോന്നാറില്ലേ? വണ്ടി എടുക്കണമെന്ന് തോന്നാറുണ്ട്, പക്ഷെ ഇത് മാറ്റണമെന്ന് തോന്നാറില്ല. ഇത് വെച്ചുകൊണ്ട് തന്നെ വേറൊരു വണ്ടി. അതെ, ഇത് മാറ്റുന്ന നമ്മള് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നിയമം വന്ന് പൊളിക്കണമെന്ന് പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരിക്കലും ഇത് പോകത്തില്ല. സോ അത്രയും ഹാർഡ് കോർ ഒരു ഫാനാണ്. ശരിയാണ്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് വലിയ കോസ്റ്റ് ആവുന്നില്ല. നമുക്കിപ്പോ പെട്രോൾ വണ്ടികൾ ഇട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സർവീസ് കോസ്റ്റേ ആവുന്നുള്ളൂ. സ്പെയർസിനൊക്കെ അവൈലബിലിറ്റി എങ്ങനെയാണ്? നോർമൽ സ്പേസ് എല്ലാവരുടെയും ഉണ്ടാവാറുണ്ട്. വെയിറ്റിംഗ് വരാറുണ്ടോ? നോർമൽ ആയിട്ടുള്ളതിനൊന്നുമില്ല. ഇതിനങ്ങനെ പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ച് ഇതുവരെ വലുതായിട്ടൊന്നും വന്നിട്ടില്ല. മാക്സിമം എന്തിനു വേണ്ടി ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ക്രിട്ടിക്കൽ സാധനമല്ലായിരുന്നു. എന്തോ അകത്തെ എന്തോ സാധനം ലോക്കിന്റെ മെക്കാനിസം എന്തോ ആണ്. അല്ലാതെ ഒന്നും അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ മേജർ ആയിട്ട് അങ്ങനെ കംപ്ലൈന്റ് പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് സർവീസ് ചെയ്യേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. ആവശ്യം വന്നിട്ടില്ല. ഇപ്പോഴും മിക്ക പാർട്സ് ഒറിജിനൽ തന്നെ. പല വണ്ടിയിലും വേറെ ടയറായിട്ട് പോകുന്ന മിക്ക പാർട്സും ഇതിലിപ്പോഴും ഒറിജിനൽ തന്നെയാണ്. അതെ, ഈ നമ്പർ ഞാനിപ്പോ 4050. ഇത് ഫാൻസി ആയിട്ട് അന്ന് എടുത്തതാണോ? അന്ന് അവൈലബിൾ ആയിരുന്ന ഒരു കുറച്ച് അന്ന് 3000 രൂപ ആണ് അതിന്റെ സ്റ്റാർട്ടിങ് അല്ലെ, ഓപ്ഷന്റെ സ്റ്റാർട്ടിങ്. അതിലുണ്ടായിരുന്ന ഒരു വൃത്തിയുള്ള ഒരു നമ്പർ അങ്ങ് എടുത്തു. അന്ന് ആ ടൈമില് വിനു തന്നെയാണോ എടുത്ത വണ്ടി? അല്ല, അതാകുമ്പോ ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ വീട്ടിലെ വണ്ടിയായിട്ട് ഒന്ന് ഫാദർ എടുത്ത വണ്ടി. അതെ, ഇതിനു മുമ്പും ഫിയറ്റ് ആയിരുന്നു, പാലിയോ ആയിരുന്നു. നേരത്തെ പാലിയോ ഉണ്ടായിരുന്നു. ആ ഫിയറ്റ് ഫോളോ ചെയ്ത് 2003 തൊട്ട് അത് പാലിയോ ആയിരുന്നു. അത് അന്ന് പാലിയോ എടുത്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഫിയറ്റിലേക്ക് വന്നത്? അതിന്റെ ഒരു കംഫർട്ടും കാര്യങ്ങളും. പാലിയോ ഇതൊരു കുറച്ചും കൂടെ നമുക്ക് ഓടിക്കാൻ രസമുള്ള വണ്ടികളായിരുന്നു പാലിയോ. അന്ന് പെട്രോൾ ആയിരുന്നു, പാലിയോ ഡീസൽ അവസാനം ഇറങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് പാലിയോയില് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ സിഗ്നേച്ചർ ഒക്കെ ഇട്ടിട്ട് ഒരു യെല്ലോ കളർ നല്ല ഡിമാൻഡുള്ള അന്നത്തെ ഉണ്ടായിരുന്ന ഒരു ടോപ്പ് എൻഡ് വണ്ടിയായിരുന്നു. അത് 2003 തൊട്ട് 12 വരെ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം ഓടി, ഇതേപോലെ 2 ലക്ഷത്തിന് മേളിൽ ഓടിയായിരുന്നു. അത് പിന്നെ കൊടുത്തു. അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് എടുത്തത്. അതിന് അന്ന് കുറച്ച് പണിയൊക്കെ വന്ന് തുടങ്ങി. 2 ലക്ഷം ഒക്കെ ആയപ്പോഴത്തേക്കും പെട്രോൾ വണ്ടി എഞ്ചിന്റെ ഒക്കെ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങി. അപ്പൊ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതെന്തായാലും അന്ന് മാർക്കറ്റില്ലാത്ത, ഇന്നും മാർക്കറ്റില്ല, അന്നും മാർക്കറ്റില്ലാത്തൊരു വണ്ടിയാണ്. പക്ഷെ ഇത് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും, ഇതുപോലത്തെ വണ്ടി കിട്ടത്തില്ല. ഇല്ല, ഇത് അന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അന്ന് എടുത്തതാണ്. ഓക്കെ. സോ ഇനി അപ്പൊ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇത് നിർത്തിക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഏത് വണ്ടിയായിരിക്കും എടുക്കുക? ഒരു ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്ന. അതെ, നമ്മൾ പുതിയ വണ്ടികളോട് അത്ര ഇപ്പൊ കൂടുതൽ നമ്മൾ നേരത്തെ വണ്ടി അലൈൻമെന്റിന്റെ കടയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കുറച്ചും കൂടെ പഴയ വണ്ടികളിലോടെ, ഏറ്റവും പുതിയ വണ്ടികളെക്കാളും പഴയ സെക്കൻഡ് ഹാൻഡ്, അതെ, അതിലോട്ടാണ് കുറച്ചും കൂടെ താല്പര്യം. അതെ, എഞ്ചിനാണ് ഇപ്പൊ നമുക്ക് ഡീസലേ ഇത്ര ഓടിക്കാൻ പറ്റത്തുള്ള ഇതും കൂടെ. അപ്പൊ ഇപ്പൊ ഒരു 7 സീറ്റർ വണ്ടി എടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്.
സോ ഇനി എടുക്കുമ്പോഴും ഒരു ഡീസൽ വണ്ടി തന്നെ എടുക്കാനാണ്? അതെ, നമ്മള് പെട്രോൾ ഇലക്ട്രിക് ആ ഒരു സെഗ്മെന്റിലേക്കൊന്നും പെട്രോള് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ കുറച്ച് ലോക്കലോട്ട് ഓടുമ്പോഴോ ഒന്നും ഇതിന്റെ ആ ഒരു മൈലേജ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശീലിച്ചു പോയോണ്ടുള്ള കുഴപ്പമാണ് സത്യം പറഞ്ഞത്. പെട്രോളാണ് സ്മൂത്തറൊക്കെയാണ്, പക്ഷെ ഇത് ശീലിച്ചു പോയി ഇതിന്റെ ആ ടോർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡീസലിനോടാണ് കുറച്ചും കൂടെ ഒരു. ഇലക്ട്രിക്കിലേക്ക് നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രിക് ഈ പറഞ്ഞ ഒരു കുറച്ചാളും കൂടെ കഴിയട്ടെ എന്നുള്ളൊരു ചാർജിങ്ങിന്റെ പ്രശ്നങ്ങൾ, ചാർജിങ്ങിന്റെ എല്ലാത്തിനും വണ്ടികളും ഇനി ഇമ്പ്രൂവ് ആവാനുണ്ട്. പക്ഷെ നല്ല ടോർക്കുള്ള വണ്ടികളാണ്, നല്ല പിക്കപ്പ്, നല്ല ടോർക്കുള്ള വണ്ടികളാണ്. ഇലക്ട്രിക് എടുത്താൽ നല്ല വണ്ടികളാണ്. ഇലക്ട്രിക്കിനോട് വലിയ ഇതൊന്നുമില്ല, ശത്രുതയൊന്നും. പക്ഷെ എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യം ഈ ഇലക്ട്രിക്കിന്റെ ബാറ്ററി വാറണ്ടി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഒരു പീരീഡ് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കൺസെപ്റ്റ് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ ഒരു നമ്മളൊരു മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന പോലെ പഴകുമ്പോ മാറ്റുക എന്നുള്ളൊരു ഇതിലോട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു യൂസബിൾ സാധനമായിട്ട് അങ്ങ് മാറ്റുക എന്നുള്ളതല്ലാതെ നമ്മളൊരു കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, നമുക്ക് എവിടെ പോയാലും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ വെച്ച് എവിടെ ആണെങ്കിലും പോവാം. അതെ, അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഓടിച്ചില്ലെങ്കിൽ ഒരു മിസ്സിംഗ് തോന്നുന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. അതുപോലെയൊക്കെ ഇലക്ട്രിക്കിനോട് തോന്നുമെന്ന് എനിക്ക് ഡൗട്ടാണ് അല്ലേ? അപ്പൊ ഒരു ഹാർഡ് കോർ ഡീസൽ എഞ്ചിൻ ഫാൻ ആണ് അല്ലേ? ഡീസൽ എഞ്ചിൻ അങ്ങനെ ഹാർഡ് പെട്രോൾ വണ്ടി ഇഷ്ടമല്ലെന്നൊന്നുമല്ല കേട്ടോ. നമ്മള് ഇതിന്റെ അപാർത്തൊക്കെ ഉണ്ട്, അതൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകും. 165 HP എന്തോ അല്ലേ? 145 ആണ്. 145 HP ആണ്. ആ സമയത്ത് നല്ല കിഡില്ല ഒരു വണ്ടിയാണ്. അതെ, അന്ന് ഭയങ്കര വാല്യൂ ഫോർ മണി ആയിരുന്നു. എടുത്തിരുന്നെങ്കിൽ നല്ലൊരു അസറ്റ് ആയിരുന്നു. അതെ, അന്ന് നോക്കിയിരുന്നില്ല. അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തു. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞ പോലെ അത് എടുക്കാനുള്ള ഒരു ഇത് വേണ്ട. 10 ലക്ഷം രൂപ ആയിരുന്നു ഇത് നമുക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും. ഇത് 7ന്റെ തൊട്ട് മേളിലാണ്, 7 lakhsന്റെ തൊട്ട് മേളിലാണ്. അന്ന് ആ ഒരു 2 ലക്ഷം അന്ന് ഇറങ്ങിയിട്ടില്ല. അപാർത്ത് ഈ ഇതിന്റെ ഈവോ എന്ന് പറയുന്ന മോഡൽ ഇറങ്ങിയ അവസാനമാണ് അപാർത്ത് വന്നത്. അവസാനത്തെ ഒരു 2 വർഷമാണെന്ന് തോന്നുന്നു അപാർത്ത് വന്നത്. ശരിയാണ്, 16 അപാർത്ത് വന്നത്. പെട്ടെന്ന് തന്നെ അത് ഇനി നിർത്തുകയും ചെയ്തു അല്ലേ? ഒരു 2 വർഷം 3 വർഷം വരെ അങ്ങോട്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നിർത്തി. ശരിയാണ്. ഡീസലിന്റെ ഈ പെട്രോളിന്റെ ഇത് പറഞ്ഞു, ഡീസലിന്റെ ഈ പ്രാക്ടിക്കലായിട്ടും കൂടെ ചിന്തിക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പെട്രോള് ഡീസൽ പറ്റുന്നത്രയും ഡീസൽ ഓടട്ടെ. ഈ പറഞ്ഞ പോലെ പെട്രോൾ വണ്ടികൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഡെയിലി യൂസിന്. അപ്പൊ പക്ഷെ എനിക്കത് മുതലായിട്ടില്ല. ഇതാണ് ഇതിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, അതാണ് പ്രശ്നം. ഈ പോക്കറ്റ് നമ്മൾ ഉപയോഗിച്ച വണ്ടികളായിട്ടല്ലേ പിന്നെ നമ്മൾ കമ്പയർ ചെയ്യും. അതെ, ഇലക്ട്രിക് തൽക്കാലം ഇല്ല. ഇലക്ട്രിക് തൽക്കാലം നമ്മള് പഞ്ചക്ക് EV ഒക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അത് നല്ല വണ്ടിയാണ്, നല്ലൊരു പാക്കേജാണ്. പക്ഷെ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഒന്ന് പോസ് ചെയ്തു അല്ലേ? അതെല്ലാം വാല്യൂ ഫോർ മണി ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇലക്ട്രിക്കിലേക്ക് പോകാം. എന്തായാലും ഭാവിയിൽ പോകേണ്ടി വരും. സോ അതൊക്കെയാണ് നമ്മുടെ ഫിയറ്റ് പുന്തോയുടെ വിശേഷങ്ങൾ. സോ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ തന്ന വിനുവിന് താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് ഇനിയും വണ്ടികളുമായിട്ട് കാണാം. വിനുവിന് വേറൊരു വണ്ടി കൂടെ ഉണ്ട്, നമുക്കത് അടുത്ത വീഡിയോയിൽ എടുക്കാം. സോ അതുവരേക്കും ഹാപ്പി മോട്ടറിങ്, ടേക്ക് കെയർ.